വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ 4 പ്രതികളും കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി. പ്രതികളായ രൂപേഷ്, കന്യാകുമാരി അനൂപ്, ബാബു, ഇബ്രാഹിം എന്നിവരാണ് കുറ്റക്കാർ. രൂപേഷിനെതിരെ ഗൂഢാലോചന, ആയുധ നിയമം എന്നീ കുറ്റങ്ങൾ തെളിയുകയും ചെയ്തിരിക്കുന്നു. രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, ഈ കേസിന്റെ പശ്ചാത്തലവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്? രജീഷ്, വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിലാണ് 4 പ്രതികളും കുറ്റക്കാരാണെന്ന് കൊച്ചി NIA കോടതി വ്യക്തമാക്കിയത്. ഇന്ന് 4 പ്രതികളെയും രൂപേഷ്, അനൂപ്, അതോടൊപ്പം തന്നെ ബാബു ഇബ്രാഹിം, കന്യാകുമാരി, ഈ 4 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിലൊരാൾ ജാമ്യത്തിലാണ്. അതിനുശേഷം കോടതി കേസ് പരിശോധിച്ച ശേഷമാണ് ശിക്ഷ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇവർക്കെതിരെയുള്ള ശിക്ഷയിന്മേലുള്ള വാദം നടക്കുകയാണ്. അതിനുശേഷം ശിക്ഷയും പ്രഖ്യാപിക്കും. വയനാട് വെള്ളമുണ്ടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി, അതോടൊപ്പം തന്നെ അവിടെ വാഹനം കത്തിക്കാൻ ശ്രമിച്ചു എന്നതാണ് കേസ്. ആദ്യം ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. തുടർന്നാണ് NIAക്ക് കേസ് കൈമാറിയത്. അതിൽ ഈ സിവിൽ പോലീസ് ഓഫീസർ പ്രമോദ് മാവോയിസ്റ്റുകളുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്ന് ആരോപിച്ചാണ് ഇവർ ഈ ആക്രമണം നടത്തിയത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു പോസ്റ്ററും പതിച്ചു. ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററും പതിച്ചു. അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിന് ആധാരം. ഈ സംഭവത്തിൽ NIA വിശദമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇതിൽ വിചാരണയൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ കോടതി വിധി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഈ പ്രതികൾക്കെതിരെ രൂപേഷ്, അതോടൊപ്പം തന്നെ ഈ കന്യാകുമാരി, ഈ പ്രതികൾക്ക് എതിരെ 12ഓളം വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട്. 3 വകുപ്പുകൾ ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതോടൊപ്പം മറ്റു പ്രതികൾക്കെതിരെയും ശിക്ഷ വന്നിട്ടുണ്ട്. ഇതിൽ UAP അടക്കമുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.